എന്റെ ജീവിതത്തിൽ നടന്ന് ഞാൻ പുറം ലോകത്തോട് പറഞ്ഞു. അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായി. നമുക്ക് ദൈവമാണ് കഴിവ് തന്നതെങ്കിൽ ആ കഴിവ് നമ്മൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മറ്റുള്ള മുമ്പില് നമ്മൾ സ്വയം എന്താണ് തുണി അഴിക്കേണ്ട ആവശ്യമില്ല. നടി മലയാളം ഫീൽഡില് വഴങ്ങാത്തവർ ഇല്ല എന്ന് ഞാൻ കൈ അടിച്ചു പറയും. ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ ചെകുത്താന്മാരുടെ ഒരു ഇതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അല്ല, എന്ത് വൃത്തികെട്ട മനുഷ്യരായിരുന്നു ഫുള്ള്. എല്ലാവരും സിനിമാക്കാരെ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയാണ്. 4ാം ക്ലാസ് പഠിച്ചവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നാലേ കേരളം തരികടായിപ്പോയി, ആകെ തകർന്നു പോയി നമ്മുടെ കേരളം. വിദ്യാഭ്യാസമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും സേഫ് ആവുകയാണ്. ഇതെന്താ 4ാം ക്ലാസ്സുകാരൊക്കെ മന്ത്രി, എന്നിട്ട് IAS ഒക്കെ ഇപ്പൊ ഭരിക്കുന്നു. IAS ഇങ്ങനെ കൈകൂപ്പി അത്രയും പഠിച്ചവരെ നമ്മൾ അവർക്കാണ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഈസ് ഗണേഷ് സത്യകുമാർ. ഓപ്പൺ കോർട്ടിൽ ഇന്ന് ആർട്ടിസ്റ്റ് മിനു മുനീർ ആണ്. വെൽക്കം. ഹായ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കുറെ കേസുകളുടെയും വഴക്കിന്റെ ഒക്കെ പറയുകയാണ്. എന്തായി അതിന്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണ്? അതിപ്പോ എല്ലാം അവരെല്ലാരും ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് ആ കേസെല്ലാം ഇല്ലാണ്ടാക്കി. നമ്മൾ അതിന്റെ പുറകെ ഓപ്പോസ് ചെയ്യാൻ പോയില്ല. കാരണം വെച്ചാൽ ഞാൻ മാത്രല്ലേ ഇത് പ്രതികരിച്ചതും. ഇനി ഇതിന്റെ പുറകെ അഡ്വക്കേറ്റിനൊക്കെ ഫീസ് കൊടുത്ത് അത് വലിയ ചടങ്ങാണ്. ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇത്ര കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ശരിയല്ലേ? ഞാൻ അറിയിക്കാനുള്ള കാര്യങ്ങള് സത്യാവസ്ഥ എന്റെ ജീവിതത്തിൽ നടന്ന് ഞാൻ പുറം ലോകത്തോട് പറഞ്ഞു. അപ്പൊ ഈ പുറം ലോകത്തോട് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു കേസ് നൽകിയതെന്നാണോ പറയുന്നത്? ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി നടക്കുന്ന ഒരു സംഭവമാണ്. അതാരും പുറത്ത് പറയുന്നില്ല. അപ്പം ഞാൻ 2015 സിനിമയൊക്കെ നിർത്തിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് വളരെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എന്റേതെന്ന് വെച്ചാല് നമ്മുടെ വരും യങ് ജനറേഷനിൽ, അതായത് നെക്സ്റ്റ് ജനറേഷനിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് സത്യമാണ്, ഇത് അറിയിക്കുകയായിരുന്നു എൻ്റെ ഒരു ഇന്റൻഷൻ. ഓക്കെ. അപ്പോ ഞാനൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പോ ഉപദ്രവിച്ച ആളുടെ കൂടെ പിന്നീടും സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു, കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഒരു പ്രതിഫലം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അമ്മയിൽ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് തുടർന്നത്, അല്ലെങ്കിൽ അത് പോണ്ടാന്ന് വെച്ച് നിന്നെന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടാതായപ്പോഴാണ് പിന്നീട് പരാതിയിലേക്കും പെറ്റീഷനിലേക്കും ഒക്കെ പോയത്. നോട്ട് അറ്റ് ഓൾ, അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് നടന്നപ്പോൾ ഇത് ഞാനൊരു റിപ്പോർട്ടർ ടിവിയില് അവതാരകനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അത് എന്ന് നടന്നതാണ് 2008-2009 സംഭവം നടന്നത്. ഞാൻ പിന്നെ അതിനെപ്പറ്റി കാര്യമായിട്ട് എടുത്തില്ല. കാരണം നമ്മളിത് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ആരോടും ഷെയർ ചെയ്യാൻ പോയില്ല. നമ്മൾ പിന്നെ ഈ മലയാള സിനിമയിൽ നിൽക്കാനും പോയില്ല. ഞാൻ ഇവിടെ നിന്ന് നേരെ ചെന്നൈക്ക് പോയി. ഇത് ആരോടും ഇന്ന് വരെ ഇപ്പൊ എൻ്റെ അമ്മയുടെ അടുത്ത് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ആരോടും ഷെയർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ രണ്ട് കുട്ടികളെ നോക്കണം, അവരുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു എനിക്ക് അന്നും പ്രാധാന്യം. അപ്പൊ ഞാനത് മറന്നു, ദൈവത്തിന് വിട്ടുകൊടുത്താണ് സത്യം. പിന്നെ എന്താണ് ഇപ്പൊ പറയാൻ കാരണം, മുഖ്യമന്ത്രി പറഞ്ഞു ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അത് ഏത് കൊമ്പനാണെങ്കിലും ഞങ്ങൾ അതിൽ നടപടി എടുക്കും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ ഒരു കാര്യം ഇത് ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് അറിയിക്കേണ്ടതാണ്, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയും ഇങ്ങനെയൊന്നും നടക്കരുത്. മനസ്സിലായോ? അല്ല, പക്ഷെ അതിനകത്ത് ഒരു ക്ലിപ്പിനകത്ത് വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീണ്ടും സഹകരിച്ചു അല്ലെങ്കിൽ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയിൽ ഒരു മെമ്പർഷിപ്പ് തരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് പ്രതീക്ഷയാണ് നിന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയാം, ഞാൻ കുറെ സിനിമയിൽ അഭിനയിച്ചു കേട്ടോ. ചിലതൊക്കെ റിലീസായിട്ടുണ്ട്, ചിലത് റിലീസായിട്ടുണ്ട്. ഞാൻ 16 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അത് കൂടുതലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും എനിക്ക് ക്യാഷ് ഒന്നും തന്നിട്ടില്ല.
ഇവര് കാശ് തരത്തില്ല നമുക്ക്. നമുക്ക് ചെക്ക് തരും. എൻ്റെ കയ്യിൽ കുറേ ചെക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനത് എനിക്ക് കീറി കളയാൻ തോന്നിയിട്ടില്ല, അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അല്ല, ഇതിന് ഇങ്ങനെ പേയ്മെന്റിന് വേണ്ടി പിന്നീട് അവരെ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല? ഇല്ല. വെറുതെ നാണം കെടാന്നേ ഉള്ളൂ. നമ്മൾ അവരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കത്തില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, വീടിന്റെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താണെന്നറിയോ, നമ്മള് അമ്മയില് മെമ്പർ ആണെങ്കിൽ നമുക്ക് റെമ്യൂണറേഷൻ തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ അമ്മയിൽ അറിയിച്ചാൽ ഇവരുടെ സിനിമ റിലീസ് ആകത്തില്ല. അതുകൊണ്ട് എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് നിർബന്ധമായിരുന്നു. അന്നേരമാണ് ഞാൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കാം. മെമ്പർഷിപ്പ് വേണം. അമ്മയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അസോസിയേഷൻ നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? അതുകൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചപ്പോ മുകേഷ് ചേട്ടനോട് ചോദിക്കുന്നു. സഹായമല്ല, എനിക്കിങ്ങനെ ആദ്യം മെമ്പർഷിപ്പ് ചോദിച്ചത് ഇടവേള ബാബു ആയിരുന്നു, എൻ്റെ അമ്മയുടെ അസോസിയേഷനൊക്കെ. അപ്പൊ ആണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു അത് മെനുവിനെ അറിയത്തില്ലെന്നോ, എന്നെ കമ്മിറ്റിയിൽ എന്നെ അറിയത്തില്ലെന്നൊക്കെ. അറിയത്തില്ലെന്ന് പറഞ്ഞു എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ കമ്മിറ്റി മെമ്പേഴ്സ് ആരാ? എനിക്ക് കമ്മിറ്റി മെമ്പേഴ്സ് അറിയില്ല, ഞാൻ ആദ്യം തുടക്കമാണല്ലോ. അപ്പൊ അന്വേഷിച്ചപ്പം മുകേഷ് ചേട്ടനും മണിയമ്പള രാജേട്ടനും ജയസൂര്യയും ഇടവേള. പക്ഷെ ഇവരൊക്കെ ഇതിനു മുമ്പ് തന്നെ എന്റെ അടുത്തൊരു ബാഡായിട്ട് ബിഹേവ് ചെയ്തവരാണ് ഇവർ 4 പേരും. അപ്പൊ പിന്നെ എനിക്ക് തരുവോ? അവരെന്നെ അറിയൂന്ന് പറയുവോ? അതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയാലും കിട്ടാൻ പോണില്ല, അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടാൻ. കാരണം ഇവര് 4 പേർക്കും ആഗ്രഹം ഇവർ പ്രകടിപ്പിച്ചവരാ. അപ്പൊ പിന്നെ അങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ തോന്നി. നോക്കാം, നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു റിലീജിയസ് ടൈപ്പാ. നമുക്ക് ദൈവമാണ് കഴിവ് തന്നതെങ്കിൽ ആ കഴിവ് നമ്മൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മറ്റുള്ള മുമ്പിൽ നമ്മൾ സ്വയം എന്താണ് തുണി അഴിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? നമുക്ക് ദൈവം സമയമാകുമ്പോൾ തരും, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ശരി, വേണ്ട, എനിക്കിങ്ങനെ അങ്ങനെ വേണ്ട എന്ന് ഞാൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തു. അങ്ങനെ പോയിട്ട് എനിക്കൊരു റോള് വേണ്ട. പിന്നെ കുറെ റോളുകൾ വന്നു എനിക്ക്. ഹീറോയിനായിട്ട് വന്നു, ആക്ഷൻ ഹീറോയിനായിട്ട് വന്നു. പക്ഷെ അതിലെല്ലാം ഇതില് പുറകിൽ ഇത് തന്നെ വളരെ അതൊരു മെയിൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് മസ്റ്റ് ആയിരുന്നു മലയാളത്തിൽ, സത്യം. അന്നേരം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എനിക്കൊരു പോലീസ് ഓഫീസർ ആക്ഷൻ ഹീറോയിനായിട്ടൊക്കെ മട്ടാഞ്ചേരി എന്നൊക്കെ ഒരു സിനിമയൊക്കെ എഴുതി. അതിന് വിളിച്ചപ്പോഴത്തേക്കും അങ്ങനെ പറയുന്നത് അങ്ങനെ ഇത് വേണം. ഞാൻ അയ്യോ, അങ്ങനെ ഞാൻ മാറി, ഞാൻ പുറകോട്ട് മാറി. ഇല്ല, ഞാനില്ല, അതെങ്ങനെയാ സാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറെ സിനിമകളിൽ വേണ്ട. ചിലതൊക്കെ നമ്മൾ അറിയാതെ പോയി പെട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവരിങ്ങനെ അപ്പൊ അവിടെ തന്നെ എന്താണ് പാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വണ്ടി ഓടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തന്നെ അവിടുന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ പൊക്കോളം പറയും. പിന്നെ രാത്രിയാണ് ഞാൻ നോക്കത്തില്ല, ഞാൻ വണ്ടി ഓടിച്ചങ്ങ് പോരും. അല്ല, ഞാൻ അതിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവത്തിന് ശേഷവും ഈ ഗുരുതര ആരോപണം പറഞ്ഞല്ലോ, അപ്പൊ അതിനുശേഷവും അയാളുമായിട്ട് സൗഹൃദം തുടർന്നിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ എന്തിനുണ്ടായിരുന്നു ഇത്രയും ഒരു ഗുരുതര ആരോപണം ഉണ്ടായതിനു ശേഷവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതിനു ശേഷവും വീണ്ടും പിന്നെയും പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചോണ്ടിരിക്കുകയാണ് നല്ല ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി. സത്യത്തിൽ അമ്മയിൽ മെമ്പർഷിപ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷവും വിളിച്ചോണ്ടിരിക്കുക. പറ്റില്ല എന്ന് അവർ പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയാണ്. ഒന്ന് വാ കാണട്ടെ, പിന്നെ ഒന്ന് വാ ഒന്ന് കാണട്ടെ. അങ്ങനെ ഒരു നമ്മളെ പിന്നെയും ഇങ്ങനെ ഇതായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർക്ക് വേറെ ഇന്റൻഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവർക്ക് എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ സത്യം പറഞ്ഞ ഈവൻ ഹി പ്രപ്പോസ് ടു മീ. ഇതിന് ശേഷമാണ് ഇതിന് ശേഷം പ്രപ്പോസ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ മക്കളോടൊക്കെ പറയുകയൊക്കെ ചെയ്തു, എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം തോന്നി ഇതിന് അടുത്ത നമ്പറായിരിക്കും, ഇല്ലേ? ഇതൊക്കെ നമുക്ക് ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോയല്ലോ. ചെന്നൈയിൽ പോയപ്പോഴും എന്നെ വിളിച്ചു. എവിടെയാണ് എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഷീസ് ഓൾവേസ് കോളിങ് മീ. ഡെയിലി വിളിക്കോ അതോ അങ്ങനെ? ഡെയിലി ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ എപ്പോഴും എവിടെ എന്താടേ താനെന്താ ഇങ്ങനെ കെറി വെച്ച് നടക്കുന്നത്, ഒന്ന് കണ്ടാലെന്താ, അങ്ങനെ. നമ്മൾ ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുങ്ങി പോണത്. എന്നാ നമ്മൾ ഇവരോട് ചിപ്പോടാ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയില്ല, ശരിയല്ലേ? നമ്മ ആരോടും അങ്ങനെ അപ്പാന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാ പിന്നെ നമ്മളെ ആ ഇൻഡസ്ട്രി തന്നെ ഇതാക്കും. അങ്ങനെയാണ് ചെന്നൈയിൽ വന്നപ്പോഴും വിളിച്ചു. അവിടെ വന്നപ്പോഴും ഏതോ ഒരു GRT ഹോട്ടലിലോ അങ്ങനെയൊക്കെ വന്നപ്പോഴും വിളിച്ചിട്ടുണ്ട്. വിൽ ഹാവ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല. കാരണം നമുക്കത് മനസ്സിലായ കാര്യങ്ങള് സേഫ് അല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോഴും സേഫ് അല്ല എന്ന് തന്നെയാണോ? ഇപ്പോഴും സേഫ് അല്ല. അതിപ്പോ ഞാൻ വേറൊരു ചോദ്യമാണ്. ഇപ്പോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു നടന്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോ അവിടെ 3 പെൺകുട്ടികൾ
ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ മലയാള സിനിമയിൽ? ഇതുപോലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, സെക്സിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടോ? സെക്സ് റാക്കറ്റ് ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്, ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഉണ്ട് ഉണ്ട്. ഓക്കെ. പിന്നെ ഈ സിനിമയിലെ നടികൾ തന്നെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. നടികൾ എങ്ങനെ സപ്ലൈ ചെയ്യുന്നത്? ഇപ്പം സീനിയർ നടികൾ, ഞാൻ അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സീനിയർ നടികളാണ്. സീനിയർ നടികൾ എല്ലാവർക്കും പരിചയമുള്ള നടികളാണ് അല്ലേ? ഓക്കെ. അപ്പൊ അവരോട് ഇങ്ങനെ പറയും, ആരാ ഉള്ള പുതിയ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോ പുതിയതായിട്ട് വരുന്നവരെയൊക്കെ അപ്പൊ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും സ്റ്റേജ് ഷോസ് ഒക്കെ പോകുന്നത് തന്നെ ഇതിന് റെഡിയാണോ. ഓക്കെ. സ്റ്റേജ് ഷോസിന് വിളിക്കുന്നതാണ് ഇതിന് റെഡിയാണോ എന്ന് അറിയാനായിട്ട്. ഇതിന് റെഡിയാവുന്നതിലെ മാത്രമാണ് സ്റ്റേജ് ഷോ കൊണ്ടുവന്നത്. വലിയ വലിയ എന്താണ്, വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ഫീൽഡാണ് ഇത്. അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ലെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് അന്നേരം വരാൻ തീരെ സേഫ്. ഇപ്പം പെൺകുട്ടികള് സേഫാ, കാരണം നല്ല ഉഗ്ര മുഖ്യമന്ത്രിയാണ് വന്നേക്കുന്നത്. പുലി, വെറും പുലിയല്ല, പുപ്പുലി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ഫീൽഡിലും പോകാം ഞാൻ പറയും. ഈ ഒരു നിമിഷത്തെ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ വി.ഡി. സതീശൻ സാർ ആയതുകൊണ്ട്, അത് ഹീസ് ലോയർ ആൾസോ നോ. അപ്പം ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡബിൾ ഡിഗ്രി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല, കൂടെയുള്ള എല്ലാ മന്ത്രിമാരും ലഭിക്കാരാ, മാക്സിമം എല്ലാവരും. അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, ഇവിടെ ചെകുത്താന്മാരായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ ചെകുത്താന്മാരുടെ ഒരു ഇതായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ അല്ല, എന്ത് വൃത്തികെട്ട മനുഷ്യരായിരുന്നു ഫുള്ള്. എല്ലാവരും സിനിമാക്കാരെ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയാണ്, വൃത്തികെട്ട മനുഷ്യര്. പിന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫിലിം ഫീൽഡിൽ മാത്രമല്ല, ഹോസ്പിറ്റലില്, സ്കൂളില് വരെ ഉണ്ട്. സ്കൂളുകളിൽ ഇങ്ങനെയാ? ഒരു ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞതാ, ആ ടീച്ചറിന് പ്രൊമോഷൻ വേണമെങ്കിൽ, അതായത് അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിന് പോണെന്ന്. ടീച്ചർ ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മാനേജറിന് പോണെന്ന്. കേരളത്തില് ഇനി സ്ഥലോട് പറയാം, കൊല്ലത്തോ നല്ലൊരു CBSE സ്കൂളില്. എന്നിട്ട് ആ ജോലി വിട്ടു. കാരണം അവർക്ക് അങ്ങനെ ഒന്നും വിചാരിച്ചോണം, അവര് ഡൊണേഷൻ കൊടുത്തിട്ടാണ് അവര് കയറിയത്. ജോലിക്ക് കയറിയെന്ന് വിചാരിച്ചോണം. എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ മാനേജറിന് വഴങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് അതിന് പോയില്ല. അവര് തന്നെയാണോ പറഞ്ഞത് ഇങ്ങനെ? ആ ടീച്ചർ തന്നെയാ പറഞ്ഞ. ആ ടീച്ചർ എന്നിട്ട് ജോലി വിട്ടു. അപ്പൊ അങ്ങനെ പല ഫീൽഡിലും ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിന് എല്ലാത്തിലും ഒരു നോട്ടം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഭരണം 4ാം ക്ലാസ് പഠിച്ചവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നാലേ കേരളം തരികടായിപ്പോയി, ആകെ തകർന്നു പോയി നമ്മുടെ കേരളം. വിദ്യാഭ്യാസം ഉള്ളവർ മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും സേഫ് ആവുകയാണ്. പക്ഷേ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് പിണറായി വിജയൻ സാർ നമുക്ക് തരുന്നൊരു ധൈര്യം ഭയങ്കരമാണ്, ആ സാറിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഇപ്പോ. അദ്ദേഹം പറഞ്ഞു ആർക്കാണ് ധൈര്യം? നേരെ അതിന് ഓപ്പോസിറ്റ് ആണല്ലോ പറയുന്നത്. അതാണ് ഓപ്പോസിറ്റ് ഇല്ല. അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുക. ഞാൻ വന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്ത് എല്ലാ കേസും ക്യാൻസൽ ചെയ്തോ? ഇവിടെ നീതി? പിണറായി വിജയനാണോ ഇത് തീരുമാനിച്ചതെന്നാണോ പറയുന്നത്? അല്ലെ, അവിടെ ഇത്രയും വലിയൊരു ഭയങ്കര ഒരു വലിയ അനീതി നടന്ന് ഒരു സ്ത്രീ ഇപ്പൊ മുമ്പോട്ട് വന്ന കാര്യങ്ങളൊക്കെ സത്യങ്ങൾ പറയുമ്പോ അത് നേരാവണ്ണം അന്വേഷിച്ചുമില്ല. പക്ഷെ അന്ന് അതിൽ ആദ്യ തവണ ജാമ്യം കിട്ടിയതും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പുള്ളിക്ക് അനുകൂലമായിരുന്ന തെളിവുകൾ, ചാറ്റുകളും കാര്യങ്ങളും റെക്കോർഡിംഗ് ഒക്കെ വന്നതിന് ശേഷമാണ് ജാമ്യം കിട്ടിയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ബേസിലായിരിക്കാം കോടതി നോക്കുക, തെളിവുകളായിരിക്കുമല്ലോ. ഒബ്വിയസ്ലി തെളിവുകൾ വെച്ചിട്ടായിരിക്കുമല്ലോ ഒരു കേസിൽ വിധി തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാനൊരു മെസ്സേജ് ഇപ്പൊ അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്. അതിന് പുള്ളി റിപ്ലൈ അയച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം പുള്ളി ആ കാര്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ മരടി വന്നു, നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ മെസ്സേജിന് അദ്ദേഹം ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതൊരു വലിയ തെളിവാണ്. പക്ഷെ ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ മുക്കിക്കളഞ്ഞു. അങ്ങനെ പറയരുത്. ഇതെല്ലാം ഇവിടെ നീതി നടന്നിട്ടില്ല. എനിക്ക് അത് പറയാൻ പറ്റും. ഹേമ കമ്മിറ്റിയുടെ ഫുൾ ക്യാൻസൽ ചെയ്തു. അത് അനീതിയാണ്, അനീതി തന്നെയാണ്.
അപ്പൊ ഇപ്പൊ പറയുന്നു ഇപ്പൊ മലയാള സിനിമയിൽ സെക്സ് റാക്കറ്റ് ഉണ്ട്, ഇതുപോലെ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ സിനിമയിൽ വരുന്നു. ആദ്യ സിനിമയിൽ തന്നെ ഒരു മോശം അനുഭവം ഉണ്ടാവുകയാണ്. അത് 2 തവണ ഉണ്ടായി, 2 3 തവണ ആ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ ഉണ്ടായെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ സിനിമയിൽ തന്നെ 2 3 തവണ ഉണ്ടായി. ആ നടന്റെ ആ ആ നടൻ തന്നെ പോക്സോ ആണ് ഞാൻ കണ്ടത്. 3 കൊച്ചു പെൺകുട്ടി. പക്ഷെ ഇതൊക്കെ അദ്ദേഹം ഇൻഫ്ലുവൻസ് വെച്ച് കാശ് കൊടുത്തോ എന്തോ അത് മുക്കിക്കളഞ്ഞു. അപ്പോ ഇത്രയും മോശം അനുഭവങ്ങൾ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു സെറ്റിൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തത്? അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ പോരാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് ഇത് നമുക്ക് പറ്റത്തില്ല. പിന്നീട് 16ഓളം സിനിമയിൽ അഭിനയിച്ചല്ലോ. അപ്പൊ ഒരാളെ സംബന്ധിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കുന്ന കാര്യമാണ്. സോ മെന്റലി ഡൗൺ ആവാൻ അത് മാത്രം മതി. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തി പോരേണ്ടതാണ്. പിന്നീട് ആ ഒരു വിഷയം അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു വഴി കണ്ടിന്യൂ ചെയ്യേണ്ടതല്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് 16 സിനിമകളോളം അഭിനയിച്ചു? ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയില് ഈ ഒരു വൃത്തികെട്ടവൻ മാത്രമേ ഉള്ളായിരുന്നു മോശമായിട്ട് പെരുമാറി 2 പേര്. ബാക്കി ജഗതി ചേട്ടൻ, മാളച്ചേട്ടൻ, സലീമിക്ക, ജഗദീഷ് ചേട്ടൻ, ഇവരെല്ലാം നല്ല നല്ല മനുഷ്യരായിരുന്നു. എന്റെ അടുത്ത് വളരെ നല്ലതായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു. അപ്പൊ ഞാൻ ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തിനാ അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിറ്റേ സിനിമ കലണ്ടറിൽ എന്നെ വിളിക്കുന്നു, കലണ്ടറിൽ. അപ്പം അത് വേറെ കംപ്ലീറ്റ് വേറെ ലൊക്കേഷൻ ആണല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ അനുഭവം ഇത്രയും വലിയൊരു അനുഭവമാണല്ലോ മോശം അനുഭവമാണ് ഉണ്ടായത്. അപ്പൊ അത് ഉറപ്പായും ഒരാളെ മാനസികമായി തളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് വെച്ചുകൊണ്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അതാണ്. പിള്ളേരെ പഠിപ്പിക്കണ്ടേ? ഓക്കെ, പിള്ളേരെ പഠിപ്പിക്കണം. ഞാനിപ്പം ഗൾഫിൽ നിന്ന് വന്നും പോയി. ഗൾഫിൽ നിന്ന് അപ്പൊ ഞാൻ ഒന്ന് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഒരു സിനിമ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉള്ളായിരുന്നുള്ളൂ. ഒറ്റ സിനിമ, ഇത് ഈ ചീഫ് സെക്രട്ടറി, ഈ ആദ്യത്തെ സിനിമ അഭിനയിക്കണം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്റെ ആഗ്രഹമായ പോലീസ് ഓഫീസറിന്റെ റോള് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്നാ ഇതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പൊ ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജോലി തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു, ഗെറ്റ് ഔട്ട് അടിച്ച്. കാരണം അത്രയും വലിയ ലോങ് ലീവ് എടുത്തില്ലേ. അപ്പൊ എനിക്ക് പിന്നെ വേറെ വഴിയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സിനിമ തന്നെ തുടരാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേര് ബോർഡിങ്ങിലായിരുന്നു. പിള്ളേർ ബോർഡിങ്ങിലായപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. പിന്നെ ഞാൻ പിള്ളേരെ ബോർഡിങ്ങിൽ നിന്ന് എന്റെ കൂടെ കൊണ്ടു നിർത്തി. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു, പിള്ളേരുടെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ. എന്നാൽ പിന്നെ സിനിമയിൽ തുടരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് സിനിമേനേക്കാളും കൂടുതൽ ഡാൻസിനാ പൈസ കിട്ടുന്നത്, ഡാൻസ് സ്റ്റേജ് ഷോയ്ക്ക് അവിടെയൊക്കെ. അപ്പം ഞാൻ ശരി, എനിക്ക് ആ ഒരു മാസത്തെ ഈ ഒരെണ്ണം മതി, ഒരു പ്രോഗ്രാം കിട്ടിയാൽ മതി, ഒരു മാസത്തേക്കുള്ളതായി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല സിനിമയൊക്കെ വരുമ്പോ പോയിക്കൊണ്ടിരുന്ന. വേറെ സിനിമകളിലൊന്നും അങ്ങനെ ഉണ്ടായില്ലല്ലോ. തടിയ അതിനകത്തൊക്കെ വെർബൽ അബ്യൂസ് ഉണ്ടായി. മറ്റേ ചേട്ടനില്ലേ, ഞാനെല്ലാം പറഞ്ഞതാണ് എല്ലാരെയും കുറിച്ച്. അവിടെ വെച്ച് ഇങ്ങനെ ഞാൻ ഇന്ന് വരും, ഡോറ് തുറന്നിട്ടാക്കണം കേട്ടല്ലോ. എന്തൊരു ഡിമാൻഡിങ് ആണെന്ന് അറിയാം, ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ തുടങ്ങനെ ഞാൻ എന്നിട്ട് തുറന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ ഫോൺ വിളിച്ചു. ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പൊ ലാൻഡ് ഫോൺ വിളിച്ചു. ലാൻഡിന്റെ ആ വയറ് കേബിൾ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ലൊക്കേഷൻ തപ്പോ എന്നെ ഒരുപാട് കാര്യമൊന്നും ഇല്ലാണ്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനങ്ങ് ആകെ ഇതായിപ്പോയി. നമുക്ക് സിനിമയിൽ നമ്മള് റോള് ചെയ്യണ്ടേ, നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കണ്ടേ. ഇത് നമ്മളെ ഇങ്ങനെ തളർത്തി കളഞ്ഞു. പിന്നെ എന്റെ മുഖം ഇങ്ങനെയൊക്കെ പാത്താനെ അതൊന്നും നമുക്ക് കാണാം ഒരിതില്ല, എനർജി ആകെ ചത്തേന്ന് നിൽക്കുക. ഇവരൊക്കെ കൂടിയിട്ട് കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ. ഏതൊക്കെ സിനിമകളാണ്, ഏതൊക്കെ സിനിമകളിലേക്കുള്ള അവസരങ്ങളാണ്? എന്താ റോമയുടെ സിനിമ, അത് ഏപ്രിൽ ഫൂൾ ആണോ എന്തോ ഒരു പേരട്ടോ, വേറൊരു സിനിമ അതിനകത്ത്. അപ്പൊ ഞാനല്ല ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിനകത്ത് മറ്റേ ജയസൂര്യ ഉണ്ട്. പറഞ്ഞു മീനുനെ നിമിഷം ഇവിടെ ഒന്ന് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഒറ്റ പ്രാവശ്യം അഭിനയിച്ചു, ഒരു പ്രാവശ്യം അഭിനയിച്ചു. പിന്നെ അത് പറഞ്ഞിട്ടു. പിന്നെ വേറെ എന്തോ ഒരു സിനിമ വന്നപ്പോ ഡയറക്ടർ പറഞ്ഞു മിനു ആദ്യം ഡയറക്ടർ വിളിച്ചു. പിന്നെ പറഞ്ഞു മിനു സോറി, ഞങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആള് പറഞ്ഞു മിനുനെ വിടാൻ. മിനുനെ വേണ്ടാന്ന്. പിന്നെ നമ്മുടെ കുട്ടിക്കാനത്തൊരു സിനിമ, അതിനകത്ത് മണിച്ചേട്ടന്റെ ഭാര്യയായിട്ടായിരുന്നു. അതും ഞാനാണെങ്കിൽ ഒരാഴ്ച ഈ അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ഞാൻ തനിയുള്ള റോളായിരുന്നു കേട്ടോ.
അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ അല്ലായിരുന്നു. ഓക്കെ. അദ്ദേഹം വരുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ ഈ 4 ദിവസം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. എന്നിട്ട് 5 പൈസ തരാതെ എന്നെ പറഞ്ഞു വിട്ടു. മിനുന്റെ റോളെ അതെ മണിച്ചേട്ടൻ വരുമ്പോ പറയാൻ കേട്ടോ വിളിക്കാട്ടോ എന്ന് കണ്ട്. അപ്പൊ ഞാൻ വലിയ കാര്യമായിട്ട് എന്നെ ഇപ്പൊ വിളിക്കും എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ സിനിമ റിലീസായി. അങ്ങനെ പല ചതിയാണ് നടന്നേക്കുന്നത്. അല്ല, അപ്പോഴേക്കും ഇത് നിർത്തി പോവാൻ മടുപ്പൊന്നും തോന്നിയിരുന്നില്ലേ? ഇത് നമുക്ക് ബെനിഫിറ്റ് അല്ല, കാരണം ഒരുപാട് ക്യാഷ്. അപ്പോഴത്തേക്ക് ഞാൻ ഇനി എനിക്കിത് വേണ്ട, ഇനി ഇവരുടെ കൂടെ ഈ മലയാളം ഫിലിമിനെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെന്നൈക്ക് പോയി. ചെന്നൈക്ക് അങ്ങനെ അത്രയ്ക്ക് മടുത്തിട്ട് വാട്ട് ഇസ് ദിസ് ആരും കാശും തരുന്നില്ല, സത്യമായിട്ടും കാശ് തരുന്നില്ല. വലക്കാണ് വെറുതെ വെറുതെ വണ്ടി പെട്രോൾ ചാർജ് പോലും എനിക്ക് തരുന്നില്ല. ദൈവത്തിനാണ് സത്യം. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇങ്ങനെയാണ് നീ നിൽക്കുന്നത്. നമ്മള് അങ്ങനെ പിള്ളേരെ കൊണ്ട് നേരെ ചെന്നൈക്ക് പോയി. ഈ 16 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 16 സിനിമകളിൽ നിന്ന് കൂടി എത്ര രൂപ റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും? 16 സിനിമ അയ്യോ അങ്ങനെ ചോദിക്കരുത്. കൂടി കൂടി വന്നാല് ഒരു 50,000 രൂപ. 16 സിനിമയിൽ നിന്ന് 50,000 രൂപ കിട്ടിയിട്ടുള്ളൂ. ഈ ആദ്യത്തെ സിനിമയിൽ ആ കുരങ്ങളൊന്നും തന്നില്ല കേട്ടോ, ഒന്നും തന്നിട്ടില്ല. ഏതാണ്ട് ചെറിയൊരു എമൗണ്ട്. അത് 30 ദിവസം വർക്ക് ചെയ്തു. 30 ദിവസം വർക്ക് ചെയ്ത് വന്നിട്ട് അതിന്റെ സീനുകളൊന്നും ഇല്ലായിരുന്നു താനും. കുറച്ചൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. നമ്മൾ എത്ര ദിവസം നിർത്തിയിട്ട് അതൊക്കെ ദൈവം ചോദിച്ചോളാം. ദൈവം ചോദിച്ചല്ലോ, ഓൾറെഡി പുള്ളിയോട് ചോദിച്ചു, കണക്ക് ചോദിച്ചു. എന്റെ ഒരു സംശയമാണ്, ഇപ്പോ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, അമ്മയില് മെമ്പർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ പരാതി കൊടുക്കുമായിരുന്നോ? കാരണം പരാതി കൊടുക്കാതിരിക്കാൻ ആ ഒരു മടിച്ചതിന്റെ ഒരു റീസൺ ഇതാണെന്ന് പറയുന്നുണ്ട്. കിട്ടണം, അവസരങ്ങൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുമായിരിക്കും. അമ്മയിലെ മെമ്പർഷിപ്പ് ആയിരുന്നാലും മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറയായിരുന്നു ഇത് കിട്ടിയായിരുന്നെങ്കിലും പറയുമായിരുന്നു. ഉറപ്പായിട്ടും പറയും. കാരണം ഇതെന്റെ നെഞ്ചി കിടന്ന് വിങ്ങി വിങ്ങി വിങ്ങിയിരിക്കുന്ന സംഭവമാണ്. നമുക്കിത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ആണ്ടതേ നമ്മുടെ മുഖ്യമന്ത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അമ്പ ഇത് പറഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇത് വൈരാഗ്യമൊന്നുമല്ല, ഈ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേരെ, നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരൊക്കെ ഇന്ത്യയിലോട്ട് പോയിട്ട് ചുമ്മാ കുറെ പേരൊക്കെ പോയിട്ട് ഓഡീഷന് പോയിട്ട് എല്ലാവരും ഓടുക. എന്താ സംഭവം? ഇത് എല്ലാരും പേടിച്ചോടെ, എല്ലാവർക്കും അറിയാം, ആരും മിണ്ടാണ്ടിരിക്കുക എല്ലാ പെൺകുട്ടികളും. പക്ഷേ കുറച്ച് പേര് ഇന്റർവ്യൂ ചെയ്തതിനകത്ത് അവർ പറയുന്നത് അവർക്കൊന്നും ഇങ്ങനെ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനൊന്നും അവരോട് ആരും പെരുമാറിയിട്ടില്ല, അവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉള്ളൂ, അല്ലാതെ ആരും ഇങ്ങനെ പെരുമാറുന്നതായിട്ട് അവരോട് ഇത്രയും സിനിമകൾക്കിടയിൽ അവരാരും പെരുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. സിനിമയിൽ അഭിനയിച്ചവരാണോ? അഭിനയിച്ചവര് ഇപ്പൊ പ്രൊമനന്റ് ആയിട്ട് നിൽക്കുന്ന നടിമാര് തന്നെയാണ്. അവരുടെ അടുത്ത് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നവരാണ്, ആർട്ടിസ്റ്റുകളാണ്, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അപ്പൊ അവര് പറയുന്നത് അവർക്ക് അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിപ്പോ അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാ, പിന്നല്ലേ? അതവർക്ക് ഇനി സിനിമ ഒക്കെ കിട്ടും. പറയുന്നത് കള്ളമാണെന്നാണ്. കള്ളമാണ്. ഒറ്റ നടി മലയാളം ഫീൽഡില് വഴങ്ങാത്തവർ ഇല്ല എന്ന് ഞാൻ കൈ അടിച്ചു പറയും. അതായത് ഇന്ന് ഉള്ള മലയാള സിനിമയിലെ നടിമാരിൽ ഒരാളും വഴങ്ങാത്തവര് ആരും ഇല്ല. അങ്ങനെ ഇല്ലാതെ ആരും ഒരു ചാൻസ് ആർക്കും കൊടുക്കത്തില്ല, ഞാൻ പറയുന്നു. ഈ പുതിയതായിട്ട് വരുന്ന ഇപ്പൊ പുതിയതെനിക്ക് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈ ഞാനിപ്പോ തുറന്നു പറഞ്ഞതിന് ശേഷം കുറെ പേര് ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ശേഷം പലർക്കും ചോദിക്കാനൊക്കെ പേടിയാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലാന്ന് എനിക്കാണ് കേട്ടേക്കുന്നത്. പക്ഷെ ഇതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും ഇതില്ലാണ്ടൊന്നും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേച്ചി ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അവസരം കിട്ടാഞ്ഞിട്ടും മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ ചെയ്യുമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്, അന്നേ ചെയ്യുമായിരുന്നു. ഇപ്പം അവര് പറയുന്നത് അവസരം കിട്ടിയില്ല, ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ആ ഒരു വൈരാഗ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും അമർഷത്തിന്റെയും പേരിലാണ് ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയുമോ? ഇല്ല, നമ്മൾക്ക് അവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നുമില്ല, അത് ഓർത്തോണം. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടില്ല, എനിക്ക് താല്പര്യമില്ലല്ലോ അഭിനയിക്കാൻ. ഞാൻ 2015 തൊട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല. തമിഴ് സിനിമയിൽ വിളിക്കുന്നുണ്ട്, ഇവിടെ മലയാളത്തിലും വിളിച്ചു. എനിക്ക് താല്പര്യമില്ലാണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ എനിക്കറിയാലോ സിനിമ ഫീൽഡ് എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കുക വീട്ടില്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ സത്യത്തില് ഏതോ ഒരു പെൺകൊച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചൊരു കൊച്ചില്ലേ,
ആ കൊച്ചു കിടന്ന് അങ്ങ് കരയുന്നു, നീടിയ കിടന്ന് കരയുവാണേ. സത്യത്തിൽ ഞാനൊന്നും മൈൻഡില്ലാണ്ടിരുന്ന ആളാ. ഉടനെ എല്ലാരും കൂടെ പറയാം, എടി നീ വലിയ പതിവ്രതയൊന്നും അല്ല, നീ വേണമെങ്കിൽ അങ്ങോട്ട് കയറി പിടിപ്പിച്ച് ഇങ്ങനെയൊക്കെ കിടന്ന് എല്ലാരും കൂടെ ആണുങ്ങൾ എല്ലാരും കിടന്ന് കല്ലെറിയുന്നു. അതായത് അതാണ് പ്രൊവോക്ക് ചെയ്തത്. അതന്നെ അതാ പ്രൊവോക്ക് ചെയ്ത്. ഓക്കെ. ഞാൻ പറഞ്ഞു, അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഇത് ശരിയല്ലല്ലോ, ഇത് സംഗതി സത്യമാണല്ലോ, പിന്നെ ഇവരെന്താ ഇങ്ങനെ. അപ്പൊ എനിക്ക് തോന്നി ഇത് പറയണം. എനിക്ക് ആ കുട്ടിക്ക് ഞാൻ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക ഞാൻ ചെയ്തത്. അവൾക്കൊരു കൈ കൊടുത്ത് ഞാനും മീറ്റു എന്നുള്ള രീതിയിൽ ഇറങ്ങിയെന്നുള്ളൂ. അപ്പൊ അതുവരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം, പരാതി കൊടുക്കണം, പെറ്റീഷൻ കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടേ ഇല്ല. ഞാനിതൊന്നും അറിഞ്ഞു പോലും ഇല്ല. ഓക്കെ. എനിക്ക് തോന്നാ ഞാൻ മക്കൾക്കൊക്കെ പോയേക്കുമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇരിക്കുമ്പോ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചു കിടന്ന് ഇങ്ങനെ കരയുന്നു. ഉടനെ ഈ കൊച്ചിനെ ആരാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഇങ്ങനത്തെ സത്യമല്ല ശരിക്കും നടക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു, എനിക്ക് നല്ല ദേഷ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ MLA ആയിരുന്ന ഇദ്ദേഹമേ, എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ MLA ആയിരുന്നപ്പോ എനിക്ക് അദ്ദേഹത്തെ വൈരാഗ്യം തീർക്കായിരുന്നു. 1. 2, അദ്ദേഹം കല്യാണം കഴിച്ചപ്പം കല്യാണം കഴിച്ചിട്ടിരുന്ന അപ്പൊ വേണമെങ്കിൽ എനിക്ക് വൈരാഗ്യം തീർക്കായിരുന്നു. ഇവിടെ ഒന്നും നമ്മളൊന്നും അനങ്ങാൻ പോയിട്ടില്ലല്ലോ, ഒന്നിനും പോയിട്ടില്ല. അപ്പൊ നമുക്കങ്ങനെ വൈരാഗ്യം എന്നൊരു സംഭവം ആരോടും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഈ വിഷമം കിടപ്പണേ. പണ്ട് എന്നെ ഉപദ്രവിച്ചിന്റെ ആ ഒരു വിഷമം ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. വിഷമം തീർന്നു. പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടു, ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് മോശം അനുഭവം ഉണ്ടായ സ്പോട്ടിൽ പ്രതികരിക്കുകയും ബസ്സിൽ വെച്ച് ചവിട്ടുന്നതും ഞാനിങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി, ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരാള് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശം സിറ്റുവേഷനിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതിരുന്നത് എന്നുള്ളത്. അതിലും മോശം സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അപ്പൊ എന്താ മൈൻഡ് ചെയ്യാതിരുന്നതെന്ന് ഞാൻ ആലോചിച്ചു. എന്താണ് അപ്പൊ എന്ത് പറ്റി? നമ്മളിപ്പോ ഇവരോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് അവരെ ഒഴിവാക്കിയല്ലോ. അതല്ല, അപ്പൊ ബസ്സിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. പിന്നെ വെളിയില് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത് മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? അതിലും വേഴ്സ് ആയിട്ടുള്ള ഒരു കേസാണിത്. അപ്പൊ ഉറപ്പായും ഇങ്ങനെ ഒരാൾ എന്തായാലും അവിടെ അതിന്റെ ഡയറക്റ്റ് റിയാക്ട് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ആദ്യത്തെ സിനിമയാണേ. ഒന്നാമതായിട്ട് ഞാൻ ഒരു നാഷണൽ അത്ലറ്റാണ്. അന്നേരം സിനിമ അഭിനയിക്കാൻ തുടങ്ങി ആരാണ്ട് എന്റെ ഇത് വെളിയിലിട്ട് ന്യൂസ് ഇട്ടു, കായിക താരം സിനിമ താരാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, ഫ്ലാറ്റിലുള്ളവരെല്ലാരും അറിഞ്ഞു. ഞാൻ പെട്ട്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഊരി പോരായിരുന്നു. ഇതിപ്പോ എല്ലാവരും അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ സിനിമയിൽ പോയി. അവിടെ സിനിമയിൽ പോയല്ലോ. അപ്പോഴത്തേക്കും എല്ലാവരും എന്റെ വീട്ടുകാരറിഞ്ഞു, ഫ്ലാറ്റിലുള്ളവരറിഞ്ഞു, എല്ലാവരും. പെട്ടെന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഇത് അറിഞ്ഞപ്പം ആദ്യം ഞാൻ ഇഷ്ടപ്പെടാണ്ട് ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞ് പോയപ്പം ഇദ്ദേഹം വന്നു പറഞ്ഞു, ഇടയ്ക്ക് ഓൾറെഡി നിങ്ങൾ ചീഫ് സെക്രട്ടറി റോളാണ്, നിങ്ങളെ വെച്ചപ്പം കുറെ ആൾക്കാരെ വെച്ചാണ് സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് ചെയ്തത്. ഇനി അത് തിരിച്ച് റീഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. അതെല്ലാം ഞാൻ കൊടുക്കേണ്ടി വരും പോയാൽ. അതുകൊണ്ട് ഇത് തീർത്തിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ. അതുകൊണ്ടാണ് തുടർന്നത്. അന്നേരം പേടിച്ചവിടെ നിന്നു. ഇതിന് ഒന്നാമത് പൈസ ഇല്ല, ഞാൻ കൂടി നീ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് വെച്ചപ്പോ നമുക്ക് അന്നൊന്നും ശരിക്കും അറിയില്ലല്ലോ. അപ്പൊ അന്നത് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് പിന്നെ അവിടെ നിന്നു. അപ്പൊ എന്നെ സാർ എന്നുണ്ട് കൂടെ, അമ്മ കൂടെ വന്നായിരുന്നു. അമ്മയൊന്നും ഇതൊന്നും അറിയിച്ചിട്ടില്ല. അല്ല അമ്മ അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ അറിയുന്നവരേലുണ്ടല്ലോ, ഞാൻ മരിച്ചാലും ചെയ്യും അവന്റെ ചെപ്പ ഞാൻ വെച്ചു കൊടുത്തായിരുന്നു. അതെ സത്യം. അതുകൊണ്ട് പറഞ്ഞില്ല. ഞാൻ അറിയുന്നതോ നിങ്ങളും ഒക്കെ അറിഞ്ഞ പോലെ ഈ വാർത്ത ചാനലിൽ അമ്മ അറിഞ്ഞത്. അറിയാമോ? അത്ര അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഇത് ചോദിക്കുന്നതിന് എനിക്ക് ഒരു വലാരി വന്നത്. അമ്മ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളി എന്നെ വിളിക്കുന്നത്, അമ്മയുടെ മുമ്പിൽ വെച്ച്. 9:30 ആയപ്പോ ഇങ്ങോട്ട് വാ. എന്നിട്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായല്ലോ. എന്നിട്ട് ഇപ്പൊ പറയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമ്മളെ അറിയത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ മറുപടി പറഞ്ഞു, അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോ തന്നെ ഇന്നാരോ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ മോളെ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി, അമ്മ പരിചയപ്പെടുത്തും അമ്മ ഭാഗം പറഞ്ഞോണ്ട് ഇന്നാരോ മുറി കൊണ്ടുപോയി അവിടെ കേക്ക് മുറിക്കുകയും അമ്മക്ക് ഒരകക്ഷം തരുമൊക്കെ ചെയ്ത് പരിചയപ്പെട്ടു. മെനുവിന്റെ അമ്മയില്ലെന്നൊക്കെ ചോദിച്ചാൽ പരിചയപ്പെട്ടിട്ട് എന്നാ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നല്ല, നിങ്ങൾ പോയി വിശ്രമിച്ചോന്നും പറഞ്ഞു പുള്ളി പറഞ്ഞു വിട്ടേച്ചിട്ട് പറയുക ഈ മിനുവിനെ അറിയത്തില്ല, കണ്ടിട്ട് പോലില്ല. അത് കേട്ടപ്പോഴുണ്ടോ ഈ കളനെ എനിക്ക് മനസ്സിലായി. ഇത്രയ്ക്കും ഒരു മേനോൻ പോലെ നാണം. ഞാൻ അന്നില്ല, ഇവിടെ എന്നോട് പറഞ്ഞില്ലെന്നേ.
ആ അതിനകത്തുള്ള പെണ്ണുങ്ങളെ ഞാൻ തല്ലിക്കൊന്നായിരുന്നു. പറഞ്ഞിട്ടെങ്കിലും സത്യമായിട്ട് ഞാൻ ജയിലോട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല മക്കളെ, ഞാൻ അറിഞ്ഞില്ല. ഇത് മാത്രം നാണക്കേടാ വരുത്തുന്നറിയോ, ഞാൻ നാണം പോയി. മക്കളും നല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി ചോദിക്കുമ്പോഴും ഇനിയും ദൈവമേ നാണം കേടോ എല്ലാതൊന്നുമില്ല അമ്മ, മദ്യം മതിയമ്മേ. അത്ര വിഷമിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത്ര വിഷമിച്ചിട്ട് ഞാൻ പറയുമോ. പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? ഈ സ്പോർട്സിലായിരുന്നു, നാഷണൽ ലെവൽ അത്ലറ്റ് ആയിരുന്നു. അതിനുശേഷം സിനിമയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ സ്പോർട്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും റെയിൽവേസിലോ അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിലോ നല്ലൊരു ജോലി ഉറപ്പായിരുന്നു. അപ്പോൾ അത് വിട്ടിട്ടാണ് ഇതിലേക്കൊക്കെ വന്നത്. ഞാൻ നേരെ ഗൾഫിലോട്ട് പോയി. എന്താണ് അങ്ങനെ ഒരു മാറ്റം? കാരണം നല്ലൊരു ലെവലിൽ നാഷണൽ ലെവൽ അത്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അപ്പൊ ജോലി ഉറപ്പാണ്. പോലീസിൽ വിളിച്ചായിരുന്നേ. അന്ന് ക്വാർട്ടേഴ്സും കിട്ടും 6000 രൂപ. റെയിൽവേയിലും വിളിച്ചു. അമ്മ DC സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ. അപ്പം എനിക്ക് റെയിൽവേയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഈ 6000 രൂപ അന്ന് അത്രയൊക്കെ ശമ്പളം. അപ്പൊ ഞാൻ ഗൾഫിൽ നോക്കിയപ്പോ 35,000 രൂപ. ഇപ്പൊ ഏതാന്നല്ലേ ഗൾഫിൽ പോകുന്ന. ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഇരിക്കും, കോൺസ്റ്റബിൾ ആയിട്ട് റോട്ടിൽ നിന്ന് വിസിലൊക്കെ അടിച്ച് അല്ലേ. പിന്നെ പ്രൊമോഷൻ കിട്ടുമായിരിക്കാം. എന്നാലും ഞാൻ അതല്ല നമുക്ക് ലൈഫിൽ, അതുകൊണ്ട് ഞാൻ നേരത്തെ സെറ്റിൽ ആയി ലൈഫിന് വേണ്ടിയിട്ട് കയറി പോയതാണ്. അങ്ങനെ ഞാൻ സത്യത്തിൽ ഞാൻ ലൈഫിൽ സെറ്റിൽ ആയതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത്. 2 പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചു. ഞാൻ ചെന്നൈയിലും കേരളത്തിലും വാങ്ങിച്ചു. എന്നിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. പക്ഷെ ലിക്വിഡ് ക്യാഷ് ഇല്ലാണ്ടായി പോയി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ കാശില്ല അങ്ങനെ. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഉണ്ടായ അനുഭവം, മോശ അനുഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ഭയങ്കര തമാശയായിട്ടാണ് പറയുന്നത്. ചിരിച്ച് അതിനിടയ്ക്ക് എന്തെങ്കിലും തമാശയൊക്കെ വെച്ചിട്ട് ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു റീസൺ ആയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ മുന്നേ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ നോക്കുമ്പോൾ ഇവരെന്ത് ലാഘവത്തോടെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സംഭവം, ഈ ഇങ്ങനെ ചിരിച്ച തമാശ വെച്ച് പറയുന്നത് ഉള്ളിലെ വിഷമം ആരും അറിയണ്ട എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്നതാണോ? അതായത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. ഞാനിതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം. എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്കതെല്ലാം ഇപ്പൊ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം ചിരിയാ, എല്ലാം തമാശയായിട്ടാ കാണുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലോട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് തമാശയായിട്ടാ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്താ പറയാ, അതിന് അന്ന് വിഷമിച്ച് തീർന്നു. ഇനിയും നമ്മൾ കരയണോ? കരയരുത്. ഞാൻ എല്ലാവരും ഇപ്പൊ പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയത് പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മളിപ്പോ പ്രസന്റ് ലൈഫിലാകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നാളെ there is no guarantee for tomorrow. അപ്പൊ ഇന്ന് നമ്മൾ നല്ല സന്തോഷമായിട്ട് നിൽക്കുക. ഇനി ആയാലും ഞാൻ ചിരിക്കുന്നതും എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ലൈഫിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം ഓർത്ത് കല്ലുവല്ലി ഫാസ്റ്റ് ഇസ് പാസ്റ്റ്, നടന്നു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ചിരിച്ചോണ്ട് എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ചിരിക്കുന്നേ എന്റെ ശത്രുക്കളൊക്കെ കാണാൻ വേണ്ടി. അല്ലാതെ ഞാൻ പതറത്തില്ല. ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് മലയാള സിനിമയിൽ. അപ്പോൾ മലയാള സിനിമയിൽ ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതായത് പ്രശ്നം ഉണ്ടായതിനു ശേഷം കേസ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭരണം ഇവിടെ ഇല്ലാതിരുന്നതാണ് ഇത്രയെല്ലാം താറുമാറായിപ്പോയത്. നമ്മുടെ കേരളത്തിൽ ഒരു നല്ല ഭരണം ഇല്ലാത്തതുകൊണ്ടാണ്. 10 കൊല്ലത്തെ ഭരണമാണോ ഉദ്ദേശിക്കുന്നത്? ആണ് 10 കൊല്ലം. അതിന് മുമ്പും ആരണ്ടൊക്കെ 4ാം ക്ലാസ് ഒക്കെ പഠിച്ച ആരണ്ടൊക്കെ ഭരിച്ചിരുന്നല്ലോ. അന്നൊട്ടേ ഞാൻ ഓർക്കുക, ഇതെന്താ 4ാം ക്ലാസ് വരെയൊക്കെ മന്ത്രി, എന്നിട്ട് IAS ഒക്കെ ഇപ്പൊ ഭരിക്കുന്നു. IAS ഇങ്ങനെ കൈകൂപ്പി അത്രയും പഠിച്ചവരെ നമ്മൾ അവർക്കാണ് സല്യൂട്ട് കൊടുക്കേണ്ടത്, IAS DGPക്കൊക്കെ അല്ലേ. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇത് എന്ത് മനുഷ്യരാണ്, എന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അതെന്നറിയോ, നമുക്ക് നല്ല മന്ത്രിമാരാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി നല്ല പുലിയായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എല്ലാ ഇതും നോക്കണം. ഇപ്പൊ ഈ സിനിമയിലെ അമ്മ അസോസിയേഷൻ പൊട്ടയാണ്, അത് തെറിപ്പിക്കണം. അത് പൊളിച്ചിട്ട് പുതിയ പേരില് എല്ലാവരെയും ചേർത്ത് ഇപ്പൊ ഒരുപാട് പേര് മെമ്പർ ആയവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവരൊന്നും ഇല്ലാത്തെന്ന് ആരും ചോദിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അസോസിയേഷൻ വേണ്ട, എല്ലാവരും വേണം. എന്നിട്ട് നമ്മുടെ ഇതിലും മന്ത്രി തന്നെ ഇടപെടണം.
നമ്മുടെ ഡയറക്ടർ പുള്ളി തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ഒരുമിപ്പിക്കണം. എല്ലാ ആർട്ടിസ്റ്റിനെയും. പകുതി പേരും ഇല്ലല്ലോ, പിന്നെ പാർവതി എന്താ അല്ലേ, അവരൊക്കെ നല്ല പെൺകുട്ടിയല്ലേ, ആ കുട്ടിയൊക്കെ എന്താ ഇല്ലാത്തത്? പിന്നെ ഗായത്രി അവരൊക്കെ നല്ല പ്രാസംഗിക, ഡാ തടിയൽ അഭിനയിച്ച്. അപ്പൊ ഇങ്ങനെ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് അമ്മയിൽ വരേണ്ടത്. ഇവര് നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാര്. ഇപ്പൊ സാറൊക്കെ വന്ന പോലെ ഇവിടെയും നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വന്നു. ഇപ്പൊ വന്നേക്കുമ്പോ ശ്വേതാ മേനോന് ആണ് പ്രസിഡന്റ് അല്ലേ. അപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് പുള്ളിക്കാരി ആരുടെയോ ബിനാമിയാണ്. അത് പറ്റില്ല. അങ്ങനെ ഡമ്മി അത് പറ്റില്ല. അത് പൊളിക്കണം. ഈ അമ്മ അസോസിയേഷൻ പൊളിച്ചേ പറ്റുള്ളൂ. പൊളിച്ചിട്ട് ഇതില് നമ്മുടെ സതീശൻ സാർ തന്നെ ഇടപെട്ട് നല്ലൊരു അസോസിയേഷൻ ഉണ്ടാക്കി. അപ്പം അവിടെ എല്ലാവരും സേഫാ. ഇനി സിനിമ, അതാ ഞാൻ പറഞ്ഞത്, ഇനി ആർക്കുള്ള സിനിമയിൽ അഭിനയിക്കാം, ഏത് സിനിമ ഏത് രാത്രിയിലും വേണം പോകാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം വരണമെങ്കിൽ പുതിയൊരു അസോസിയേഷൻ വരണം. ഇതിന് ബദലായി പുതിയൊരു അസോസിയേഷൻ ഇവരെല്ലാം മാറ്റണം. ഈ ഇപ്പോൾ ഉള്ളവരെല്ലാരെയും മാറ്റണം. എന്നിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഇരുത്തണം. ഈ നമ്മുടെ പിന്നിപ്പിൽ എത്ര പേരുണ്ട് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ അറിയില്ല. പക്ഷെ അവരാരും മുന്നോട്ട് വരുന്നില്ല. അവരെയൊക്കെ ഒതുക്കി കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നാൽ നമ്മുടെ മലയാളം ഫിലിമും ഇൻഡസ്ട്രി നല്ല രീതിയിൽ വരും. പിന്നെ അഭിനയിക്കാൻ ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കണം. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഇപ്പോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇതുവരെ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് മീഡിയയിൽ ഇനി വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പിന്നെ ഉണ്ടോ? എന്താണ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്? സിനിമയിലെ കാര്യങ്ങളാണോ? ഉണ്ടായ അനുഭവങ്ങളോ, അല്ലെങ്കിൽ പറയണം എന്ന് കരുതി പിന്നെ മാറ്റി വെച്ച വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ പറയാമെന്ന് കരുതിയിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സിനിമയില് എനിക്കൊരു വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര ആള് മരിച്ചു പോയെങ്കിലും ആ പുള്ളിയുടെ കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചായിരുന്നു. മണിച്ചേട്ടനോടെ. അപ്പം ഞാനെന്ന് മണിച്ചേട്ടനോട് സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചു ബോംബെയില്. അപ്പം മണിച്ചേട്ടനോടെ പാടാൻ സോന സോന അത് പാടാൻ പറഞ്ഞു. പിന്നെ ദേവാനന്ദന്റെ കൂടെ എന്താണ് അത് പാടി. അപ്പം പിന്നെ ഡാൻസ്, അത് വേറെ ഡാൻസിന്റെ കൂടെ ഞാനത് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ ബോംബെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അത് എല്ലാം ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തു. ഞാൻ എന്നിട്ട് ഭയങ്കര വിഷമമായി പോയി. ദേവാനന്ദനോട് പാട്ട് പാടി, അത് പുള്ളി കണ്ടില്ല. അല്ല, അതും കട്ടി അങ്ങനെ കട്ടിയും പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കേട് തോന്നാനുണ്ടായിരുന്നു. അത് ഞാൻ പാടിയില് മറ്റേ ജാഫർ കൂട്ടിക്കൊണ്ടു പോയായിരുന്നല്ലോ. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു, പുള്ളി ഓക്കെ എന്നും പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര വൈരാഗ്യമായിട്ട് ഉള്ളി കിടന്നു. മനസ്സിലായ? അങ്ങനെ അതിന്റെ ഇതില് അങ്ങനെ അതൊരു ഭയങ്കര ഒരു വിഷമമായി. ഞാൻ അയ്യോ ഭയങ്കര വിഷമിച്ചാൽ അവിടെ തന്നെ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് എന്റെ കയ്യിൽ നിന്ന് തന്നെ ബേസ് അടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പുള്ളി ക്ഷമയൊക്കെ പറഞ്ഞിട്ടോ. പുള്ളി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ കാലെ പിടിച്ച് ക്ഷമ പറഞ്ഞു. മണിച്ചേട്ടൻ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു. പിന്നെ പറഞ്ഞോ? ദൈവസത്യാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ കാലയെ പിടിച്ച് ഇങ്ങനെ ഒത്തിരി കരയും, ഒരുപാട് കരയൊക്കെ ചെയ്തു. പിന്നെ എന്നിട്ട് പിന്നെ മിന്നാമിനുങ്ങ ആ പാട്ടും പാടി തന്നു. അപ്പൊ ദൈവം ക്ഷമിച്ചു പുള്ളിയുടെ എന്നോട് ചെയ്ത് വിഷമിച്ചതിന്റെ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഇതെന്താ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു മണിച്ചേട്ടന് ആള് മാറിപ്പോയി. കാലനോട് ആള് മാറിപ്പോയി. എന്താ? ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഇതെന്താ ഇത്രേ നീ അന്നത്തെ കാര്യമാണോ നീ ആള് മാറി കാല് പിടിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോ സിനിമാ കമ്പനിക്ക് വേണ്ടി ഓപ്പൺ കോട്ടിന് വേണ്ടി സമയം മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ.